ഈ വയനാട് എന്നെ എഴുത്തുകാരിയാക്കി. അത് ഇന്നലത്തെ നമ്മുടെ സെഷനിൽ ഞാൻ പറയുകയുണ്ടായി. ഇവിടുത്തെ ആ പ്രകൃതി, ഇവിടുത്തെ മണ്ണ്, മഞ്ഞ്, മല, കാട്, ഇവിടുത്തെ ആളുകളുടെ അതിജീവന സമരങ്ങൾ, ഇവിടുത്തെ ആളുകൾ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ചുറ്റിലുള്ള ആളുകൾ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കഥകൾ, ഇവിടുത്തെ മിത്തുകൾ, നാടോടി കഥകൾ, ഇവിടെ നമ്മളോടൊപ്പം ജീവിച്ചു വന്ന, നമുക്ക് മുമ്പേ ജീവിച്ചിരുന്ന നമ്മുടെ ആദിമവാസി ജനവിഭാഗങ്ങളുടേതായ പാട്ടുകൾ, കഥകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ സമ്പന്നമായൊരു സ്ഥലമാണ് വയനാട്. ചരിത്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം. ടിപ്പു സുൽത്താൻ്റെ തേരോട്ടം മാത്രമല്ല, പഴശ്ശിരാജയുടെ തേരോട്ടം മാത്രമല്ല, അതിനൊക്കെ മുമ്പ് വേടരാജാക്കന്മാരുടെ ഭരിച്ചിരുന്ന ഒരു നാട്ടിലേക്ക് ക്ഷത്രിയന്മാർ കടന്നു വന്ന കാലം മുതൽ ഉള്ള ഒരുപാട് എഴുതപ്പെട്ട ചരിത്രം നമ്മൾ കേൾക്കുന്നു. അങ്ങനെ ഒരുപാട് നമുക്ക് ഭാവന ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഭാവനയുടെ അക്ഷയ ഖനിയാണ് വയനാട് എന്ന് പറയുന്ന സ്ഥലം. ഈ വയനാട്ടിലെ ഒരു കബനിയുടെ തീരത്ത് ഒരു കുഗ്രാമത്തിൽ അവിടുത്തെ കഥകളും അവിടുത്തെ മനുഷ്യരുടെ വ്യഥകളും അറിഞ്ഞ് ജീവിച്ച ഒരു ബാല്യമായിരിക്കാം എന്നിലെ എഴുത്തുകാരിയെ സൃഷ്ടിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.